നീറ്റിൻ്റെ എക്സാം ക്യാൻസൽ ആക്കിക്കൊണ്ട് വീണ്ടും നീറ്റ് എഴുതാൻ വേണ്ടി പോകാൻ നിൽക്കുക. എല്ലാം കെട്ടിപ്പറക്കി വെച്ച് ഇനി പോയാൽ മതി. 22-ാം തീയതി അല്ലേ എക്സാം? 21-ന് എക്സാം കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇട്ട് വരണം കേട്ടോ. ഇനി ഒരു മാസത്തേക്ക് ഇവക്ക് ഫോണൊന്നുമില്ല. ഇതാണ് അവളുടെ ഫോൺ, കണ്ടോ? പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഭദ്ര സന്തോഷ്. എടി ഇത് ഫോൺ നമ്പറാണോടി? ഇനി അത് ഞാൻ ബ്ലറാക്കാൻ നിൽക്കണം. ആരാ? ഇതാണ് ഭദ്രയുടെ ഫോൺ. ഇനി ഒരു മാസത്തേക്ക്. ഇതിൽ പാമ്പിന്റെ ഗെയിമൊക്കെ ഉണ്ട്. അത് കളിക്കാനുള്ള സമയമൊക്കെ കിട്ടുമോ ഇനി? പഠിച്ചോ? എന്നൊന്നും വിളിക്കത്തൊന്നുമില്ല, സമയമില്ല. ചത്തു കയ്യിൽ പാടുണ്ട്, പന്നക്കോതു. അപ്പൊ ഇനി ഭദ്ര ആക്കാൻ വേണ്ടി പോകുക. ടാറ്റ. ആ ബായ് ഒന്നുകൂടെ പറഞ്ഞേ. പാലേ പോകാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം അവള് എന്നേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കൊണ്ടുവന്നൊന്നും ഇതുവരെ എടുത്തിട്ടില്ലെന്ന്. ഇതിനുള്ളിൽ കണ്ടോ കുറെ പെട്ടിയൊക്കെ. അതിനുള്ളിൽ ഡ്രസ്സൊന്നും അല്ല, എന്തൊക്കെയാണെന്ന് അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് മണി. ശരിക്കും എൻ്റെ പേര് മണി എന്നല്ല, അക്ഷയ് എന്നാ. ഞങ്ങൾ സ്നേഹത്തോടെ മണികണ്ഠനെന്ന് വിളിക്കും. കുറച്ചുകൂടെ സ്നേഹക്കൂടുതൽ കാരണം ഞങ്ങൾ മണീന്ന് വിളിക്കും. എന്തോ ചെയ്യാനാ. പിന്നെ പോകുന്ന വഴിക്ക് കണ്ടോ എല്ലാ സ്ഥലവും കുറെ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാ. ഇനി ഒരു മാസത്തേക്ക് എങ്ങോട്ടും പോക്കുമില്ല, വരവും ഇല്ല. ഫുൾ സമയം പഠിത്തമായിരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ മോമോസ് കഴിക്കാൻ കയറി. മോമോസ് കഴിക്കാൻ വേണ്ടി കയറിയതല്ല ശരിക്കും. പിന്നെ അവിടെ മോമോസ് ഉണ്ടായിരുന്നു. ഈ പെണ്ണാണെങ്കിൽ ഇതുവരെ മോമോസ് കഴിച്ചിട്ടില്ല. എൻ്റെ ആഗ്രഹം ആദ്യമായിട്ട് ഫ്രൈഡ് മോമോസ് കഴിക്കണം എന്നായിരുന്നു. എനിക്കതാ ഇഷ്ടം. പക്ഷെ അവിടെ ഫ്രൈഡ് ഇല്ലായിരുന്നു. പിന്നെ കിട്ടിയത് വെച്ചിട്ട് കഴിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഉവാവ. അതുകൊണ്ട് അവൾക്ക് ബീഫ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ബീഫ് എന്നല്ല, ചിക്കൻ കഴിക്കാൻ ഒക്കത്തില്ല, ബാക്കിയെല്ലാം കഴിക്കുക. പിന്നുള്ള ഓപ്ഷൻ ബീഫാണല്ലോ. മോമോസിൽ ബീഫ് അവിടെ ഇല്ല. ശരിക്കും മോമോസിന് ബീഫുണ്ട്, എനിക്കറിയത്തില്ല. പിന്നെ കണ്ടോ അവിടെ കുറേ ഹെൽമെറ്റ് ഇരിക്കുന്നത്. കുഞ്ഞു ഹെൽമെറ്റാണ്, നല്ല രസമുണ്ട്. ഇതിൽ കുറച്ച് വലുതായിട്ട് തോന്നും, പക്ഷെ ശരിക്കും കുഞ്ഞതാട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പാലയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൻ്റെ ഒരിത് വെച്ചിട്ട് താഴെ കൂടെ എന്തോ ഒരു ആറ് ഒഴുകുന്നുണ്ട്. ഇത് എന്താറാ, മീനച്ചിലാറാണോ വേറെ എന്തെങ്കിലും ആറാണോ അറിയാൻ വയ്യ. നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ വരെ വെള്ളം കയറുമെന്ന് തോന്നുന്നു. ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മേജർ ചെറുവള്ളി ദേവീക്ഷേത്രം എന്ന പേര്. എന്താ അങ്ങനെ മേജറിനൊക്കെ ഇട്ടേന്ന് അവിടെ നിന്നപ്പം ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാൻ വയ്യ. പിന്നെ ഇപ്പം റംബൂട്ടാൻ്റെ ഒക്കെ സീസൺ ആണല്ലോ. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു കൊല നിറച്ചും റംബൂട്ടാൻ കിട്ടി. ഞങ്ങളതൊക്കെ കഴിച്ച് ആസ്വദിച്ച്. ഭദ്ര ഇനി ഇതെന്ന് കഴിക്കാനാ? അവർക്ക് അവിടെ കിട്ടുമോ? കിട്ടത്തില്ലല്ലോ. പിന്നെ കണ്ടോ, ഇതാണ് കോട്ടയത്തെ കുരിശടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശുപത്രിയുടെ, ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്തുള്ള കുരിശുവള്ളി അങ്ങനെ എന്തെങ്കിലും പറയുന്നത്. ഒറ്റക്കല്ലി പണിഞ്ഞാന്നൊക്കെ ഞാൻ കേട്ടു. ഉള്ളതാണെന്ന് എനിക്കറിയാൻ വയ്യ. അതിങ്ങനെ പോയിക്കൊണ്ട് വന്നപ്പം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് തന്നെ ആണോന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനാ ഞാൻ കേട്ടത്. താഴെ കണ്ട ഒരു കുരിശ് മിന്നുന്ന്, അത് മെഡിക്കൽ സ്റ്റോർ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഭദ്രയൊക്കെ പാലേ പോകുന്നത് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അവളോട് ആണല്ലോ, അതുകൊണ്ട് ഈ വഴി കൂടെ അല്ല. പക്ഷെ ഇതാദ്യമായിട്ട് അവളും ഇതൊക്കെ കാണുന്നത്. ഈ ഹോസ്പിറ്റലിന് അതുവഴി കയറി പോകുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ദൃശ്യത്തിൻ്റെ ഷൂട്ട് ചെയ്ത് വീട്ടിലോട്ടാണ്. എൻ്റെ റീൽസും ഷോർട്സും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാകും. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലോ. ഉള്ളിലോട്ടൊക്കെ കയറാനൊരു മടിയുണ്ടായിരുന്നു. പിന്നെ കയറണമല്ലോ, വീടൊക്കെ കാണണമല്ലോ. ഇറക്കി വിടുമല്ലോ എന്നും അറിയാതെ പേടിച്ചാ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വാപ്പൊത്തി സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് സൗണ്ട് കൂടുതലാണ്. അപ്പം പെട്ടെന്ന് ആട്ടി ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ സ്വഭാവം വെച്ചിട്ട്. പക്ഷെ ഞങ്ങളകത്തോട്ട് കയറി. ഭയങ്കര മാന്യമായിട്ടോ അവിടെ ഉള്ളവർ പെരുമാറിയത്. പിന്നെ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ പോകണം എന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. സമയം ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. അങ്ങനെ വെറുതെ അവിടെ അടുത്താണല്ലോ അങ്ങനെ വെച്ചിട്ട് പോയതാ. പക്ഷെ ലാലേട്ടൻ എത്ര ദിവസം ഈ വീട്ടിൽ വന്നിട്ടും നിന്നിട്ടും പോയിട്ടും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ചേച്ചിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്നില്ല, എന്തോ ചെയ്യാനാ. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ അവിടെ വെച്ച് അപ്പൂപ്പനെ കണ്ടു. അവരുടെ വീടാന്നല്ലോ, അപ്പൂപ്പനെ മാത്രമേ കണ്ടുള്ളൂ. അവിടെ വേറെ മക്കളുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വരുണിനെ കുഴിച്ചിടുന്നത്, എസ്റ്റർ ഈ ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടത്, എല്ലാം പറഞ്ഞു തന്നു. പിന്നെ അപ്പൂപ്പൻ്റെ വെട്ടുകാരൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ ആ മറ്റേ ഷീറ്റ് അടിക്കുന്ന സാധനം വെച്ചേക്കുന്ന അപ്പൂപ്പൻ ഞങ്ങൾക്ക് കഥയെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ അടുത്ത് എവിടെയോ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്, അപ്പൂപ്പൻ പോകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ ലാലേട്ടൻ ഫാൻസ് ആണല്ലോ. അപ്പം ഞങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ടൊരാഗ്രഹം തോന്നി. അപ്പൂപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു കൊണ്ടുപോകാന്ന്. അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഞങ്ങൾ ഭയങ്കര
സന്തോഷത്തോടെ. അതായത് ലാലേട്ടനെ കാണുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടുന്ന് ഞങ്ങൾ നേരെ ഈ അപ്പൂപ്പൻ പറഞ്ഞിടത്തോട്ട് പോയിട്ട് അവിടെ ചെന്നപ്പോൾ എന്താ അവിടെ ലാലേട്ടനില്ല. അവിടുന്ന് ഞങ്ങൾ പിന്നെ അവർ പറഞ്ഞ സ്ഥലത്തോട്ട് മാപ്പൊക്കെ ഇട്ടിട്ട് പോയി. ഞാനിങ്ങനൊന്നും അല്ല ഇടുക്കിയെ പറ്റി പ്രതീക്ഷിച്ചത്. ഭയങ്കര എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു, നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഇടുക്കി. ഞങ്ങൾ താണ്ടെ ഇവിടെ എത്തിയപ്പം കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അവിടാണ് അപ്പം ലാലേട്ടൻ കാണുന്നതെന്ന് ഞങ്ങൾ ഉറപ്പിച്ച്. സംസാരിച്ചോണ്ടിരിക്കുക ബാക്കി ടോക്കി വെച്ചിട്ട് കാണാൻ പറ്റുമോ അറിയത്തില്ല. ബാക്കി ടോക്കി കഴിച്ചു വിടുമെന്ന് അറിയത്തില്ല. ഈ അപ്പൂപ്പന ദൃശ്യം 1, 2, 3 ആ വീടിന്റെ ഓണർ പയ്യെ സംസാരിക്കാം. വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങളാ. കുറച്ച് സമയം കൂടെ ഞങ്ങൾ ലാലേട്ടനെ കാണാൻ പോകുക. കൊല്ലത്തുനിന്ന് ഇടുക്കിയിൽ വന്ന് ലാലേട്ടനെ കാണാൻ പോവാ. എന്റെ സന്തോഷം എങ്ങനാ, എന്റെ മുഖം കണ്ടിട്ട് സന്തോഷം നല്ല വിഷമം വരുന്നു. ലാലേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം. ലാലേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ബിഗ് ബോസിൽ. എനിക്ക് എന്തോ പറയണേന്നൊന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പം വാക്കി ടോക്കി കൊണ്ട് നിൽക്കുന്ന പാസ് ചെയ്ത ചേട്ടൻ എന്താ പറയണമെന്ന് അറിയത്തില്ല. കണ്ടിട്ട് വീഡിയോ എടുക്കാം, അതായിരിക്കും നല്ലത്. ലാലേട്ടൻ ഒരു ദിവസം എത്ര ഫാൻസിനെ കാണുന്നതാ. അതിന്റെ ഇടയിൽ നമ്മളെയൊക്കെ കണ്ട് നമ്മുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കുവോ എന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പക്ഷെ കാണാൻ പോകുക. ഈ താഴെ കിടക്കുന്ന വണ്ടിയല്ല, അതിൻ്റെ മേളിൽ കിടക്കുന്ന കണ്ടോ, അത് ആശീർവാദിൻ്റെ ക്യാരവാനാ. ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ ഇവിടുന്ന് താപ്പോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. അതാണ്ട് ഇവിടെ വെച്ചിട്ടാ അതിമനോഹരത്തിൻ്റെ ഷൂട്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന സമയത്ത് ലഡുവൊക്കെ കിട്ടി. തരുൺ മൂർത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലഡുവൊക്കെ തന്നത്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് തരുൺ മൂർത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ അവരിയ്ക്കുന്നിടത്താണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളുടെ അവർ ഇവിടെ ഇരിക്കി ഭയങ്കര മാനമായിട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ അവരാരും ഞങ്ങൾക്കൊരു വിലയും തരത്തില്ല, വലിഞ്ഞേറി വന്നേക്കുവാന്നല്ലോ, ഇവരെ കൊണ്ട് വരാത്ത ശല്യമാണല്ലോ, സമാധാനം തരത്തില്ല, ആ മൈൻഡ് ഞങ്ങളെ കാണുമെന്ന്. പക്ഷെ അവരെത്ര നല്ലോണം ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്നതെന്ന് അറിയാം. ഞങ്ങളവിടെ നിന്ന് ഊപ്പാട് വന്നു. കുറേ സമയം നിന്നിട്ട് ലാലേട്ടനെ കണ്ടത്. ലാലേട്ടൻ പോലീസ് യൂണിഫോമിലായിരുന്നു. പിന്നെ ലാലേട്ടനെ കണ്ടിട്ട് ഞങ്ങൾ അപ്പൂപ്പനെ കൊണ്ടിറക്കി. അപ്പൂപ്പനെ വീട്ടിലല്ലായിരുന്നു പോകേണ്ടത്, വഴിയിൽ എവിടെയായിരുന്നു പോകേണ്ടത്. ഞങ്ങൾ പിന്നെ അവിടെ കൊണ്ടിറക്കി. സന്ധ്യയായി, ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതായിരുന്നു, സന്ധ്യയായി. പിന്നെ 6 മണിക്ക് മുന്നേ അവൾക്ക് ഹോസ്റ്റലിനുള്ളിൽ കയറണമായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ സ്പീഡിൽ പോയി. 6 മണിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിൽ എത്തിയത്. ഇതാ കണ്ടോ, ആ കാണുന്നതാ ഹോസ്റ്റൽ. പാല പഠിച്ച കുറേ പേര് അവിടെ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, കുറേ പേര്. ഇവരാരും എൻ്റെ വീഡിയോ കാണത്തുമില്ല, പുല്ല്. ഞാൻ വെറുതെ പറയുവായത്. എന്നാലും കുറേ നാൾ കഴിഞ്ഞിട്ട് ഭദ്രയ്ക്കാൻ ഇതൊക്കെ കാണാമല്ലോ. ഇതാണ് ഭദ്രയുടെ ഹോസ്റ്റൽ. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. നമുക്ക് ഇതിനുള്ളിലോട്ടൊക്കെ കയറാനൊക്കെ പറ്റും കേട്ടോ. റൂമിലോട്ടൊക്കെ കയറാൻ പറ്റും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പെട്ടി നിറച്ച് ഭദ്രയുടെ ഡ്രസ്സാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കണ്ടോ, ഫുള്ള് അവൾക്ക് പഠിക്കാനുള്ള ബുക്ക്. ഞാനൊന്നും ഇങ്ങനെ ചുമ നട്ടിക്കൊണ്ട് നടക്കത്തില്ല, എനിക്കൊക്കെ ഒറ്റ ബുക്ക് മാത്രമായിരിക്കും ഉള്ളത്. അതിന് ശേഷം അവൾ അത് തിരിച്ച് തന്നൊക്കെ വിട്ടു. അതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ അടുത്ത വീട്ടിലോട്ട് വരണമല്ലോ. നല്ല താമസിച്ചു, രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അവളുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി. തിരിച്ച് വരുന്ന വഴിക്ക്, അതായത് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഭദ്ര പഠിക്കുന്ന ബ്രില്യൻ്റ് ഒക്കെ കണ്ടു. കൊള്ളാൻ രസമുണ്ട്. അപ്പം കോട്ടയത്ത് പോയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു.